ഒപ്പം അതിഥിയായി സോണിയ മൽഹാർ കൂടി ചേരുകയാണ്. സോണിയ, ഇവിടെ താങ്കളും സമാനമായ നിലയിലൂടെ കടന്നുപോകുന്ന ഒരു വ്യക്തിയാണല്ലോ. താങ്കളും പരാതി നൽകിയിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഇന്നലത്തെ കേസിൽ ആ ആരോപണ വിധേയന് ജാമ്യം അനുവദിക്കുന്ന നടപടി കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. ഇതുവരെ പരിഗണിച്ച രണ്ട് കേസുകളിലും, രഞ്ജിത്തിന്റെ കേസിലും ഇന്നലത്തെ കേസുകളിലും മുൻകൂർ ജാമ്യം അവർക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. നിവിൻ പോളിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ പരിശോധിച്ചാൽ നിവിൻ പോളി ഇപ്പോൾ DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ആ ദിവസങ്ങളിൽ കേരളത്തിലായിരുന്നു താൻ ഉണ്ടായിരുന്നത്, കേസിൽ നിന്ന് ഒഴിവാക്കണം, ഇതിന്റെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു. ഈ പരാതിക്കാരൊക്കെ പറയുന്ന കാര്യങ്ങൾ വൈരുദ്ധ്യമുള്ളവയാണ്, അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന തരത്തിൽ വലിയ ചർച്ചകൾ പുറമേ നടക്കുകയാണ്. ഒരു പരാതിക്കാരി എന്ന നിലയിൽ ഇത് താങ്കളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് വലിക്കുന്നുണ്ടോ? ഞാൻ ഈ ചർച്ചകളൊക്കെ കണ്ടപ്പോൾ മാനസികമായിട്ട് എനിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ള, നമ്മൾ ഈ ഇത്തരം പെറ്റീഷൻസുമായിട്ട് വരുമ്പോൾ നമ്മൾക്ക് ഇറങ്ങുന്ന പെൺകുട്ടികൾക്ക് ഒരു ഉറപ്പുണ്ടാവണം. ഞാൻ പറയുന്ന കാര്യം മറ്റൊരു വ്യക്തിയുടെ കുടുംബത്തെയും സമൂഹത്തെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ 100% ജെനുവിൻ അല്ലാത്തൊരു കേസുമായിട്ട് ഒരു പെൺകുട്ടി മുന്നോട്ട് വരരുതെന്നുള്ളൊരു എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. പക്ഷേ ഒരു പെൺകുട്ടി വേദനിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവൾ സമൂഹ മധ്യത്തിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കൺസെൻ്റ് അല്ലാതെ നിങ്ങളൊരാൾ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് ഒഫൻസ് തന്നെയാണ്. അതിനുവേണ്ടി നിങ്ങൾ സധൈര്യം മുന്നോട്ട് വരിക. പിന്നെ ഇത്തരം ചർച്ചകളിലൂടെ യഥാർത്ഥത്തിൽ ഇരയാക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് നീതി നിഷേധിക്കുന്നത് അത് കേരള സമൂഹത്തിനോടുള്ള ഒരു വലിയ വെല്ലുവിളിയാണ്. അത് ഒരുപാട് പെൺകുട്ടികൾക്ക് നീറുന്ന വേദനയായിട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു പരാതി കൊടുക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരാളല്ല. പക്ഷേ സത്യസന്ധമായ ഒരു ചാനൽ ചർച്ചയിൽ, നമ്മുടെ തന്നെ ഒരു ചർച്ചയിൽ നമുക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് വെച്ചപ്പം 2013 റിലീസായ പടത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ച് അത്തരമൊരു അനുഭവത്തിലൂടെ കടന്നു വന്ന ഒരാളെന്ന നിലയിൽ പലവിധ പിന്നീടും ഈ കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ നിരവധി വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരാളെന്ന നിലയിൽ ഇൻഡസ്ട്രിയിൽ പ്രശ്നങ്ങളുണ്ടെന്നും അത് ദൂരീകരിക്കണം എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിലാണ് നമ്മൾ പരാതിയായിട്ട് വരുന്നത്. അത് തന്നെ ആളുകൾ ചോദ്യം ചെയ്യപ്പെട്ടു. അപ്പോഴും നമ്മൾ ഇൻഡസ്ട്രിയിൽ കുഴപ്പങ്ങളുണ്ട് എന്നുള്ളതും പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വം വേണം എന്നുള്ളൊരു ആശയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ വന്നത്. അതിനാണ് നമ്മൾ ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ വന്നത് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ സമൂഹവും ഇപ്പം ഒരു FIR ജയസൂര്യക്കെതിരെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും എന്നെ ബലിയാടാക്കാൻ ശ്രമിച്ച കുറേ ആളുകളും ഓൺലൈൻ മീഡിയാസ് അടക്കമുള്ള ആളുകളുണ്ട്. അതായത് അദ്ദേഹം അല്ല എന്ന് പറയുന്നു, ഞാൻ ഏതോ ഒരു നടൻ്റെ പേരിൽ പേരെടുക്കാൻ വരുന്ന ഒരാളായിട്ട് എന്നെ അപമാനിക്കുന്നു, ഞാൻ 2 കോടി രൂപ തട്ടിയ ഒരു പെണ്ണായിട്ട് മാറ്റുന്നു. ഞാൻ വളരെ കഷ്ടപ്പെട്ട് സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച് വളരെ സത്യസന്ധയോടെ ഇന്നും 19 വർഷമായിട്ട് തെരുവിലെ പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പെണ്ണാണ്. എൻ്റെ ജോലി എന്ന് പറയുന്നത് ആക്ടിംഗ് ആണ്. എനിക്ക് സേഫായിട്ടുള്ള ലൊക്കേഷനിൽ ഞാൻ പോയി അഭിനയിക്കാറുണ്ട്. നല്ല സിനിമകൾ ചെയ്യാനുള്ള അവസരവും വന്നിട്ടുണ്ട്, ചെറുതാണെങ്കിലും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന എന്നെ ഒരു നടനും ലോകത്തിൽ ഏത് സൂപ്പർ താരമായാലും ശരി എന്നെ വില കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. എൻ്റെ കൺസെൻറ്റില്ലാതെ എൻ്റെ ദേഹത്ത് തൊടാനും പറ്റില്ല. ആ ഒരു സംഭവമാണ് നമ്മൾ അഡ്രസ്സ് ചെയ്തത്. അതിനെയാണ് നമ്മളെ തെറ്റായി വ്യാഖ്യാനിച്ചത്. പക്ഷേ ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങളാണ് ഈ വരുന്ന പെൺകുട്ടികളെല്ലാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരേ ചരടിൽ എല്ലാവരും കോർത്ത് കെട്ടിയാൽ അത് സാക്ഷര കേരളത്തിന് അപമാനമാണ്. യഥാർത്ഥ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടണം. അതിനുവേണ്ടി നിങ്ങൾ മാധ്യമങ്ങളും ശബ്ദമുയർത്തണം. സോണിയ, ഇതിപ്പോൾ നമ്മൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചുകൊണ്ടുള്ള ആ ഓർഡർ വായിക്കുകയാണെങ്കിൽ അതിൽ പെറ്റീഷണർ കൊടുത്തിട്ടുള്ള നിരവധിയായിട്ടുള്ള തെളിവുകളുണ്ട്. അതിൽ ഈ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ മെസ്സേജുകൾ, അയച്ച മെസ്സേജുകൾ, ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷവും അയച്ചിട്ടുള്ള മെസ്സേജുകൾ തെളിവുകളായി അവർ ഹാജരാക്കിയിട്ടുണ്ട്. അതിൽ ഗ്രീറ്റിംഗ്സ് ഉൾപ്പെടെ വരുന്നുണ്ട്. ഒരു വ്യക്തിയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നൊരു ചോദ്യമാണ് അവിടെ എനിക്ക് തോന്നുന്നത്. ഈ കേസ് പരിഗണിക്കുന്നവരെ പോലും അത് വിഷമത്തിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിപ്പിക്കുന്നുണ്ട്. ആ വാർത്തകൾ കേൾക്കുന്നവരും ആ രീതിയിൽ ചിന്തിക്കുമല്ലോ. താങ്കളുടെ കേസിലും ആരോപണ വിധേയനായ വ്യക്തിയുമായി ഒരു പോസ്റ്റ് സമൂഹ മാധ്യമത്തിൽ വന്നത് വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്നലെ ഈ നിവിൻ പോളിയുമായി ബന്ധപ്പെട്ട കേസിൽ ആ പരാതിക്കാരി പറഞ്ഞ തീയതികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നത് ആണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ആ പറഞ്ഞ ദിവസം നടൻ കേരളത്തിലുണ്ട് എന്നത് തെളിവ് സഹിതം മറ്റ് സഹപ്രവർത്തകർ ഉൾപ്പെടെ വന്ന് പറയുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ആ പരാതിക്കാരിയെ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നുണ്ട് അവർക്ക് കൃത്യമായ, അല്ലെങ്കിൽ നേരത്തെ തന്നെ അവർ പറയുന്നുണ്ട് അവർക്ക് കൃത്യമായ തീയതി ഓർമ്മയില്ല. അപ്പോൾ ചോദ്യങ്ങൾ ചാനലുകളുടെ ഭാഗത്തു നിന്നും മറ്റും വരുമ്പോൾ അവർ ഒരു തീയതി പറയുന്നതാണ്. പക്ഷേ അന്വേഷണ സംഘത്തെ അക്കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നു. ഈ മുകേഷിന്റെ കേസുമായി ബന്ധപ്പെട്ടും പരാതിക്കാരി പല ചാനലുകളിൽ പലത് പറഞ്ഞു എന്ന തെളിവുൾപ്പെടെ കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് ഈ വൈരുദ്ധ്യം, ഒരു സംഭവത്തെക്കുറിച്ച് 2-3 സാഹചര്യങ്ങളിൽ വിശദീകരിക്കുമ്പോൾ ഈ വൈരുദ്ധ്യം എങ്ങനെ വരുന്നു?
തീർച്ചയായിട്ടും ഈ ഇരയാക്കപ്പെടുന്ന ആളുകൾക്ക് ഒരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഈ പലതരത്തിലുള്ള ചോദ്യം വരുമ്പോൾ ചിലപ്പോൾ ഒരു ഡേറ്റിനും കാര്യങ്ങൾക്കൊക്കെ പതർച്ച ഉണ്ടാവാതിരിക്കുക, എല്ലാവരും അങ്ങനെ ആണെന്നല്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഗ്രീറ്റിംഗ്സിൻ്റെ കാര്യത്തിലേക്ക് വരാം. അന്നത്തെ ദിവസം ജയസൂര്യ എന്നോട് മാപ്പ് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് നമ്മൾ മാപ്പ് പറഞ്ഞിട്ട് എന്നെ ഒരു തരത്തിലും പിന്നീട് ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ഞാനൊരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് തന്നെ പല അവസരത്തിലും ഞങ്ങൾ ഒരുമിച്ച് വേദി പങ്കിട്ടിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന സോഷ്യൽ സർവീസിന് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കാശ് വാങ്ങിയിട്ടില്ല കേട്ടോ, 1 രൂപയും. പക്ഷേ ഞാൻ പറയുന്ന പോസ്റ്റുകൾക്ക് ആ അക്കൗണ്ടിലേക്ക് പാവങ്ങളെ സഹായിക്കുന്നുണ്ട്. അതെനിക്ക് തീർച്ചയായിട്ടും അറിവുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് ഞാൻ ഗ്രീറ്റിംഗ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നല്ലാതെ എൻ്റെ തന്ത ഒരു തെറ്റ് ചെയ്താലും വർഷങ്ങൾക്ക് ശേഷമായാലും എൻ്റെ തന്ത തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് ഓർമ്മപ്പെടുത്തും, എൻ്റെ മനസ്സിലുണ്ടാവും. അതുപോലെ തന്നെയാണ് എൻ്റെ സുഹൃത്തായ ജയസൂര്യ. അന്ന് ഞാൻ പേര് പറയാതെയാണ് പറയുന്നത്. അതായത് ഇൻഡസ്ട്രിയിൽ കുഴപ്പങ്ങളുണ്ടെന്നും ഇൻഡസ്ട്രിയിലുള്ള ചെറിയ കുഴപ്പങ്ങളെ ഒഴിവാക്കി നമ്മുടെ ചലച്ചിത്ര മേഖല നല്ല സത്യസന്ധമായ അല്ലെങ്കിൽ നല്ല വിജയിക്കുന്ന പടങ്ങളെടുത്ത് ഒരുപാട് പേരുടെ അന്നമാണ്. അങ്ങനെ പോകണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ചർച്ചയ്ക്ക് വരുന്നത്. പക്ഷേ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അതിന് അർത്ഥമില്ല. എൻ്റെ സുഹൃത്തായതുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അർത്ഥമില്ല. ഞാൻ അവന് ഗ്രീറ്റിംഗ്സ് ഇട്ടു എന്നതിൻ്റെ അവൻ ചെയ്തിട്ടുള്ള തെറ്റല്ലാതാവില്ല. 2013 എൻ്റെ കൺസെൻ്റ് ഇല്ലാതെ എന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കടന്ന് പിടിച്ചു എന്നുള്ളത് അത് അദ്ദേഹത്തിനും അറിയാം. അല്ലെങ്കിൽ അദ്ദേഹം എനിക്കെതിരെ ഒരു ഇത് വരട്ടെ, കേസ് വരട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ വെല്ലുവിളിക്കുന്നു, അദ്ദേഹം അല്ലെങ്കിൽ നുണപരിശോധനയ്ക്ക് വിധേയമാകട്ടെ, ഏതിന് ഞാൻ തയ്യാറാണ്. കാരണം ചെയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്തെന്ന് പറയത്തില്ല. ഞാൻ എല്ലാ പെൺകുട്ടികളോടും പറയുന്നതാണ്, ഫെയിമിന് വേണ്ടിയിട്ടോ പൈസയ്ക്ക് വേണ്ടിയിട്ടോ ഏതെങ്കിലും പൊളിറ്റിക്കൽ കളിയുടെ ഭാഗമായിട്ടോ നിങ്ങളുടെ ജീവിതവും മറ്റൊരാളുടെ ജീവിതവും വെച്ച് കളിക്കരുത്. അതിനൊന്നും ഞാൻ ഒരു പെൺകുട്ടിക്കും കൂട്ടു നിൽക്കത്തില്ല. നമുക്ക് നിയമവ്യവസ്ഥ ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് അനുകൂലമാണ് എന്ന് വിചാരിച്ചിട്ട് ഈ സെക്ഷനൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് പോകരുത്. അതേപോലെ തന്നെ 2 പേരുടെ കൺസെൻറ്റോട് നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടാവും, എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും ഉണ്ടാവും. അതിനെയൊക്കെ പിന്നീട് ഒരു പീഡനത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ട് അവർക്കും ഉണ്ട്, നമ്മളെപ്പോലെ തന്നെ വേദന ഈ പുരുഷന്മാർക്കും ഉണ്ട്. ഞാനൊരു സ്ത്രീപക്ഷവാദിയൊന്നുമല്ല. നല്ല ആളുകൾ, നല്ല ചെക്കന്മാരൊക്കെ സഹായിച്ചിട്ട് തന്നെയാണ് എൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അവരോടെല്ലാം ഈ സമയത്ത് നന്ദിയുണ്ട്. എത്രയോ പ്രവാസികൾ, എത്രയോ നല്ല മനുഷ്യന്മാർ, എല്ലാ ഉദ്യോഗസ്ഥരും, എത്രയോ നല്ല ആളുകൾ നമുക്കുണ്ട്. പക്ഷേ അതെല്ലാം പുരുഷന്മാരാണ്. പുരുഷന്മാരെ അടച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷേ ചെറിയ ശതമാനം ചെയ്യുന്ന ചില വൃത്തികേടുകളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഇത്രയേ ഉള്ളൂ. സിനിമയിൽ ഈ കാസ്റ്റിംഗ് കോൾ ഇട്ട് ആളുകളെ വലവീശുക, പെണ്ണുങ്ങളെ ചാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞ് പീഡിപ്പിക്കുക, ഇങ്ങനെ ഒരുപാട് വൃത്തികേടുകൾ നടക്കുന്നുണ്ട്. ചുമ്മാ ഒരു സിനിമ അനൗൺസ് ചെയ്യുക, പ്രൊഡക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ വലവീശുക, ഇങ്ങനെ അവരുടെ കൺസെൻറ്റ് ഇല്ലാതെ അവരിങ്ങനെ പുറകെ നടന്നിട്ട് വേദനിപ്പിക്കുന്ന കുറച്ച് ശതമാനം ആളുകളുണ്ട്. എത്രയോ നല്ല സിനിമാക്കാരുണ്ട്, അവരെ പറയിപ്പിക്കാനാണ്. അപ്പോൾ അതൊന്നും ഒഴിവാക്കി കിട്ടുക എന്നൊരു മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. ഇപ്പോഴും സിനിമാക്കാരുടെ ശത്രുവല്ല ഞാൻ തുറന്നു പറഞ്ഞുകൊണ്ട് പല സിനിമാക്കാരും വിചാരിക്കുന്നത് ഞാൻ ഏതാണ്ട് അവരുടെ ശത്രുവാണ്. ഞാൻ ഒരു സംഘടനയുടെ ശത്രുവല്ല. സിനിമാ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന അരക്ഷിതാവസ്ഥ മാറി നല്ല സിനിമകളിലൂടെ ഇപ്പോൾ ചലച്ചിത്ര മേഖലയ്ക്ക് ഉണ്ടായിരിക്കുന്ന കേട് തീർത്ത് മുന്നോട്ട് വരണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ശരി.